ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മളെ മാടി വിളിക്കുന്നവനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവം ആദ്യമായിട്ട് മനുഷ്യനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: ആദം, നീ എവിടെയാണ്? സകലവിധ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ, പറുദീസായിൽ, ഒന്നിനും കുറവില്ലാത്ത സാഹചര്യത്തിൽ, സർവശക്തനും അനന്ത കാരുണ്യവാനുമായ നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അവർക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. അരിയും പയറും ഗോതമ്പും പച്ചക്കറികളും മത്സ്യവും ചിക്കനും മട്ടണും നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്? ദൈവം സൃഷ്ടിച്ചത് മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? അതേ പ്രിയപ്പെട്ടവരെ, എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം, ഞാൻ വീണ്ടും പറയുന്നു, സകലതും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒന്നിനും കുറവില്ലാത്തൊരവസ്ഥ. സകലവിധ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ മനുഷ്യൻ ജീവിക്കുന്ന സന്തോഷപ്രദമായ ഒരു സാഹചര്യത്തിൻ്റെ അവസരത്തിൽ ദൈവം ഒരേ ഒരു കൽപ്പന മാത്രം കൊടുത്തു. ഒറ്റ കൽപ്പന. ആ കൽപ്പന ഇതാണ്: നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും. നന്മയുടെയും തിന്മയുടെയും വിഷയത്തിൽ നീ കൈ കടത്തരുത്. ഞാൻ പറയുന്ന നന്മ നിനക്ക് നന്മയായിരിക്കണം, ഞാൻ പറയുന്ന തിന്മ നിന്നെ സംബന്ധിച്ച് എന്നും തിന്മയായിരിക്കണം. ആ വിഷയത്തിൻ്റെ പുറത്ത് നിനക്കൊരു അഭിപ്രായം പറയാൻ അവകാശമില്ല. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം നന്മയെന്ന് പറഞ്ഞതിനെ നമ്മൾ തിന്മയെന്നും വിളിക്കുന്നു, ദൈവം തിന്മയെന്ന് പറഞ്ഞതിനെ നമ്മൾ നന്മയെന്നും വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആരും വരണ്ട, ദൈവവും വരണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവം മനുഷ്യനോട് ആദ്യം പറഞ്ഞത്. ഞാൻ നന്മയെന്ന് പറഞ്ഞതിനെ നീ നന്മയെന്ന് വിളിക്കാൻ പഠിക്കുന്നിടത്തോളം കാലം നീ ജീവിക്കും. ഞാൻ തിന്മയെന്ന് പറഞ്ഞതിനെ നീ തിന്മയെന്ന് പറയുന്നിടത്തോളം കാലം നീ ജീവിക്കും, നിനക്ക് മരണമില്ല. ഈ വിഷയത്തിൽ നീ കൈവച്ചാൽ നീ മരിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആ കൽപ്പന ലംഘിച്ചു. താറുമാറായിപ്പോയി അവൻ്റെ ജീവിതം. അവൻ തിരിച്ചറിഞ്ഞു. ദൈവത്തെ കണ്ട് ഭയപ്പെട്ട അവൻ മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു. മരത്തിൻ്റെ തണലിൽ അവൻ ഒളിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാൻ എന്നുള്ളതാണ്. മനുഷ്യൻ എവിടെയാണ് വസിക്കേണ്ടത്? മനുഷ്യൻ ഏത് തണലിലാണ് വസിക്കേണ്ടത്? ഏത് നിഴലിലാണ് അവൻ ആശ്വാസം കണ്ടെത്തേണ്ടത്? സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലല്ലേ? ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലല്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞത്, തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചതുപോലെ, ജെറുസലേം ജെറുസലേം, ഞാൻ എത്ര നാളായി നിന്നെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ ചേർത്ത് പിടിച്ച് തണൽ നൽകാൻ ആഗ്രഹിക്കുന്ന നല്ലവനായ നമ്മുടെ സ്വർഗത്തിലെ പിതാവ് ഏത് പാപിയെയും മാടി വിളിച്ച് പുത്രൻ്റെ തങ്കച്ചോര കൊണ്ട് കഴുകി മഞ്ഞ് പോലെ നിർമ്മലനാക്കി, കമ്പിളി പോലെ വെളുപ്പിച്ച്, തൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ചിറകിൽ മറച്ച്, ദൈവമകനും ദൈവമകളും എന്നുള്ള പദവി നൽകി, അഭിഷേകത്തിൻ്റെ കിരീടം നൽകി, സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട് നിറച്ച്, സ്വർഗത്തിൻ്റെ അഗ്നി കൊണ്ട് നിറച്ച് നമ്മെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ പിതാവിൻ്റെ വാത്സല്യത്തെ മറികടന്നുകൊണ്ട് ആദ്യത്തെ മനുഷ്യരായ ആദവും ഹവ്വയും മരത്തിൻ്റെ തണലിൽ ഒളിച്ചു. മരമെന്ന് പറഞ്ഞാൽ സൃഷ്ട വസ്തുക്കൾ എന്നർത്ഥം. ഇന്ന് മനുഷ്യൻ സ്വർണത്തിൻ്റെ തണലിൽ ഒളിക്കുന്നു. മനുഷ്യൻ ഡോളറിൻ്റെ തണലിൽ ഒളിക്കാൻ നോക്കുന്നു. മനുഷ്യൻ പണത്തിൻ്റെ തണലിൽ ഒളിക്കാൻ നോക്കുന്നു. കോടികളുടെ തണലിൽ ഒളിക്കാൻ നോക്കുന്നു. മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ സമ്പത്തിൻ്റെയും പുറകിൽ ഒളിച്ചവൻ ആശ്വാസം കണ്ടെത്താൻ നോക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമാണ് ഏറ്റവും വലുതെന്നുള്ള, അല്ലെങ്കിൽ സൃഷ്ട വസ്തുക്കളാണ് ഏറ്റവും വലുതെന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മൂലം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൊന്നുകളയാൻ പോലും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മടിയില്ല.
ഒന്നിനും മടിയില്ലാത്ത കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നു. എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് യന്ത്രങ്ങളെ പോലെ, കമ്പ്യൂട്ടർ പോലെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അവർ വളർന്നു വരുമ്പോൾ യുവാക്കൾ കമ്പ്യൂട്ടറായി മാറുന്നു. പിന്നീട് പ്രായമെത്തുമ്പോൾ വലിയ കമ്പ്യൂട്ടറായി മാറുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം എന്താണ്? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിലെ പറഞ്ഞു കൊടുക്കുന്നു, 10 പണം കയ്യിലില്ലാത്തവൻ എന്താടാ വില, അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കുറച്ച് കാശുണ്ടാക്കുന്നതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പണം അതിൽ തന്നെ തെറ്റല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം പണം വേണം. പക്ഷെ അത് ദൈവത്തെക്കാളും വലുതായി മാറുമ്പോൾ, ദൈവത്തിൻ്റെ സത്യങ്ങളെക്കാൾ വലുതായി മാറുമ്പോൾ, ദൈവത്തിൻ്റെ മൂല്യങ്ങളെക്കാൾ വലുതായി മാറുമ്പോൾ, ദൈവവചനത്തെക്കാളും അതിനെ നമ്മൾ മഹത്വീകരിച്ച് കാണിക്കുമ്പോൾ എല്ലാം തെറ്റുകയാണ്. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, നീ എവിടെയാണ് ആദമേ? ഹൗവായേ, നീ മരത്തിൻ്റെ പുറകിൽ ഒളിക്കേണ്ടവനല്ല, എൻ്റെ ചിറകിൻ്റെ കീഴിൽ വന്ന് വാസമുറപ്പിക്കേണ്ടവനാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി, ഇന്ന് നിങ്ങൾ എവിടെയാണ്? എവിടെയാണ് നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത്? ചോദ്യം ഇതാണ്. നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത് ബാങ്ക് ഡെപ്പോസിറ്റിലാണോ? നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത് അടുക്കി വെച്ചിരിക്കുന്ന നോട്ടിലാണോ? എങ്കിൽ ഈ ചോദ്യം നിങ്ങളോടാണ്, എങ്കിൽ ഈ ചോദ്യം എന്നോടാണ്. ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത് എൻ്റെ പറമ്പിലാണെങ്കിൽ, എൻ്റെ വസ്തുവകളിലാണെങ്കിൽ ചോദ്യം എന്നോടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഗുജറാത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂമി ഒലുക്കമുണ്ടായി. 40,000-ഓളം ആളുകൾ പിടഞ്ഞു മരിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യൻ പട്ടാളം അവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് ചെന്നു. വലിയ ഹെലികോപ്റ്ററുകളിൽ ഭക്ഷണപ്പൊതികൾ കൊണ്ടുവന്ന് താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മനുഷ്യൻ എത്തിപ്പിടിക്കുകയാണ്. ഇന്നലെ വരെ ബെൻസ് കാറിൽ കറങ്ങി നടന്നിരുന്ന ഒരു മനുഷ്യൻ ഭിക്ഷക്കാരനെ പോലെ 2 കൈ നീട്ടിക്കൊണ്ട് ഇന്ത്യൻ പട്ടാളം ഇട്ടുകൊടുക്കുന്ന ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന ഫോട്ടോ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് വലിയൊരു വാർത്തയായി മാറി. കാരണം സാധാരണക്കാരായ മനുഷ്യരുടെ കൂടെ പോയി നിൽക്കുന്ന ഒരു കോടീശ്വരൻ്റെ ഫോട്ടോ അന്ന് പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. യെസ്റ്റർഡേ എ മില്യനെയർ, ടുഡേ എ ബെഗർ. ഇന്നലെ ഒരു കോടീശ്വരൻ, ഇന്ന് ഒരു ഭിക്ഷക്കാരൻ. ഇന്നലെ വരെ ആ മനുഷ്യൻ ആശ്വാസം കണ്ടെത്തിയിരുന്നത് നോട്ടുകെട്ടുകളുടെ തണലിലായിരുന്നു. ഇന്നെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒന്നുമില്ലാത്തവനായി മാറി മുകളിലേക്ക് നോക്കാൻ പഠിക്കുകയാണ്. നീ എവിടെ? ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്, എൻ്റെ സ്വർഗത്തിലെ പിതാവേ, ഞാൻ കടന്നു വരുന്നു എന്ന് പറയുവാൻ ഇന്ന് വചനം, തിരുവചനം ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കം ടു മീ ആൻഡ് ഡ്രിങ്ക് ഫ്രം മീ. എൻ്റെ അടുത്തേക്ക് വരിക, വന്ന് കുടിക്കുക, വന്ന് പാനം ചെയ്യുക, ജീവജല നദിയിൽ നിന്ന് കുടിക്കുക, പളുങ്ക് കടൽ ഒഴുകി വരുന്ന അഭിഷേക നദിയിൽ മുങ്ങിക്കുളിക്കുക. നീ എൻ്റെ തണലിലോട്ട് കടന്നു വരിക. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം വിളിക്കുകയാണ്. രണ്ടാമത് ദൈവം കായേനെ നോക്കി ചോദിക്കുന്നുണ്ട്, കായേൻ, നീ എന്ത് ചെയ്യുന്നു? നീ എവിടെയാണ്? കായേൻ, നീ എവിടെയാണ്? ഉടനെ കായേൻ, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കായേൻ ഓൾറെഡി പുറത്താണ്. അടുത്ത ചോദ്യം വീണ്ടും ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ഈ ചോദ്യങ്ങളെല്ലാം ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദം നീ എവിടെ എന്ന് പറയുന്ന ചോദ്യം സത്യത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും കായേനോട് ദൈവം ചോദിക്കുന്നുണ്ട്, കായേൻ, നീ എവിടെ? ഞാൻ പറഞ്ഞ സ്ഥലത്താണോ നീ നിൽക്കുന്നത്? നീ വിശുദ്ധിയിലാണോ നിൽക്കുന്നത്? അല്ല. അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? അത് ഡയറക്റ്റായിട്ട് തന്നെ ദൈവം കായേനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? ഉടനെ അവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് വളരെ അരഗൻ്റായിട്ട് ദൈവത്തോട് തിരിച്ചവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ദൈവം അതിന് പുഞ്ചിരിയോടെ ഒരു മറുപടി തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടില്ല, പക്ഷേ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് കാണാം. കായേൻ, നീ നിന്റെ സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെ. നീ നിന്റെ സഹോദരനെ സംരക്ഷിക്കേണ്ടവൻ തന്നെ. നീ നിന്റെ സഹോദരനെ ചേർത്ത് പിടിക്കേണ്ടവൻ തന്നെ. നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ദാനധർമ്മങ്ങളിലൂടെ, നിന്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെ, നിന്റെ ആശ്വാസ വചനങ്ങളിലൂടെ, നിന്റെ ഒരു പുഞ്ചിരിയിലൂടെ, നിനക്ക് ചെയ്യാവുന്ന എല്ലാവിധത്തിലും നീ നിന്റെ സഹോദരൻ്റെ കാവൽക്കാരനാകേണ്ടവനായിരുന്നു. പക്ഷേ ഇന്നിതാ നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് നിനക്ക് വേണ്ടി, നിനക്കെതിരെയുള്ള പ്രതികാരത്തിന് വേണ്ടി എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കായേൻ. നിന്റെ സഹോദരൻ എവിടെ? നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വലിയൊരു പ്രോബ്ലം ഇതാണ്. ലോകം കമ്പ്യൂട്ടർ വഴിയും ഇൻ്റർനെറ്റ് വഴിയും ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആളുകളുടെ ഹൃദയം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത വീടുകളെല്ലാം തമ്മിൽ നല്ല സ്നേഹമുണ്ടായിരുന്ന എൻ്റെ ബാല്യകാലം. ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന അയൽക്കാർ വളരെ സ്നേഹത്തിലായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് കാലം മുന്നോട്ട് പോയി മനുഷ്യർക്ക് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ എല്ലാം കെട്ടിപ്പൂട്ടിക്കളയാണ്. ആർക്കും ആരോട് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും ചുരുങ്ങിപ്പോകാണ്. അടുത്ത വീട്ടിൽ താമസിക്കുന്നത് ആരാണെന്ന് പോലും അറിയത്തില്ല.
ഒരു കൊലപാതകം നടന്നാൽ പോലും തൊട്ടടുത്ത വീട്ടിലുള്ളവർക്ക് അവിടെ അത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത അവസ്ഥ. ദൈവത്തിൻ്റെ ചോദ്യത്തിന് ഇന്ന് പ്രസക്തി കൂടുതലാണ്. നിന്റെ സഹോദരൻ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യക്തിപരമായി രുചിച്ചറിഞ്ഞ ഓരോ മകനും മകളും സഹോദരന്റെ കാവൽക്കാരൻ തന്നെയാണ്. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഓർത്ത് നിലവിളിക്കേണ്ടവനാണ്. നമ്മുടെ ഇടവകയിൽ പാപത്തിൽ കഴിയുന്ന, മദ്യപാനത്തിൽ കഴിയുന്ന, കൊടിയ പാപങ്ങളിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കണ്ണീരൊഴുക്കി നിലവിളിച്ച് സഹോദരങ്ങളുടെ കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വികാരിയച്ഛന് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ എൻ്റെ കുടുംബം മാത്രം നോക്കി നിൽക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ ചോദ്യത്തിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാതായി തീരും. ദൈവം നമ്മളെ വിളിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ ഇടവകയിൽ പാപത്തിൽ ജീവിക്കുന്നവരെവിടെ? അവരെ നീ എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ കൊണ്ടുവരാത്തത്? ഈശോ നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ ബലിയർപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ബലിയർപ്പണത്തെക്കാളും വലിയൊരു പ്രാർത്ഥനയില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ വിചാരിച്ചു കൊള്ളുക. അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവാസമൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പുരോഹിതൻ വഴിയിൽ കിടക്കുന്ന ഒരു മുറിവേറ്റ മനുഷ്യനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി ദേവാലയത്തിൽ ചെന്ന് ബലിയർപ്പിച്ചു. യേശു ക്രിസ്തു ഈ പ്രകാരം ഉപമയിൽ നമ്മോട് പറയുന്നു, ആ പുരോഹിതന്റെ ബലിയർപ്പണം ദൈവത്തിന് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം പ്രിയപ്പെട്ടവരെ, നിന്റെ സഹോദരൻ എവിടെയെന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ആ പുരോഹിതനെ കൊണ്ട് കഴിഞ്ഞില്ല. വഴിയരികിൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി കിടന്ന ആ പാവപ്പെട്ട മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ പോയി ഹല്ലേലൂയ സ്തോത്രം ദൈവമേ എന്ന് പറഞ്ഞ് ബലിയർപ്പിച്ച ആ പുരോഹിതന്റെ ബലിയർപ്പണത്തെയും പ്രാർത്ഥനയും പരിശുദ്ധനായ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് ദൈവപുത്രൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് പ്രാർത്ഥിക്കാൻ കടന്നു വന്നത് ഒരു അൽമായനാണ്, അല്ലെങ്കിൽ ഒരു ലേവായനാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കരിസ്മാറ്റിക് വചനപ്രഘോഷകനാണ്, അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് കൗൺസിലറാണ്, അല്ലെങ്കിൽ ഒരു ഗായകനാണ്. ആരോ ആയിക്കോട്ടെ, അവൻ്റെ പ്രാർത്ഥനയെ ദൈവം തള്ളിക്കളയാണ്. കാരണം അവനും വഴിയരികിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി. മൂന്നാമത് കഴുതപ്പുറത്ത് വന്ന പാവപ്പെട്ടവനായ വിജാതിയൻ സമരിയാക്കാരൻ, അവൻ്റെ സൗകര്യങ്ങളും പദ്ധതികളും പ്ലാനുകളും എല്ലാം മാറ്റിവെച്ച്, ദൈവമേ എൻ്റെ സകല പ്ലാനും ഇന്ന് പൊളിഞ്ഞു പോയല്ലോ എന്ന് പരാതി പറയാതെ അവൻ്റെ കഴുതപ്പുറത്ത് നിന്നിറങ്ങി തറയിൽ കിടന്ന മുറിവേറ്റവനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. മുറിവുകൾ കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി അവനെ കൊണ്ടുപോയി സത്രത്തിലാക്കി 2 ദനാറ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ആക്രമണത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെയല്ലേ ഇത് കാണിക്കുന്നത്? ഇങ്ങനെ പാപത്തിൽ കഴിയുന്നവരെ പറ്റി ചിന്തയില്ലാതെ ബലിയർപ്പണം മാത്രം നടത്തി ജീവിക്കുന്നവരെ ദൈവം സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ സഭയിൽ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, അത് വളരെ നല്ലതാണ്. പക്ഷേ തൻ്റെ ഇടവകയിലും തൻ്റെ ചുറ്റുവട്ടത്തും പാപത്തിൽ കഴിയുന്ന മനുഷ്യനെ കുറിച്ച് ഒരു കൺസേൺ ഇല്ലാത്തവർ, ഒരു തരത്തിലും ചിന്തിക്കാത്തവർ, ഒരു തരത്തിലും ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാത്തവർ, അവരെ ഒരു ധ്യാനത്തിന് പറഞ്ഞു വിടാത്തവർ, അവരെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്തവർ, എന്നിട്ട് എന്നും പോയി ബലിയർപ്പിക്കുന്നവർ, അവരുടെ ബലിയാണ് ദൈവം തള്ളിക്കളഞ്ഞതെന്ന് നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ഈശോ പഠിപ്പിക്കുകയാണ്. ഇവിടെ വഴിയരികിൽ മുറിവേറ്റ് കിടന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ സത്രത്തിൽ കൊണ്ടുപോയി ആക്കിയ സമരിയാക്കാരനെ ഈശോ നമ്മുടെ മുമ്പിൽ ഒരു മോഡൽ ആയി അവതരിപ്പിക്കുകയാണ്. അവനെ കണ്ട് പഠിക്കാൻ പറയുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? യേശു ക്രിസ്തുവിനെ അറിഞ്ഞ മക്കളുടെ ചുമതലയാണ് 700 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, പാപത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, വാടക ഗുണ്ടകളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്, വ്യഭിചാരത്തിൽ കഴിയുന്നവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്, വേശ്യകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, കൊട്ടേഷൻ സംഘത്തിൽ പെട്ടുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്, ദൈവമേ അവരെ തള്ളിക്കളയലേ, അവരെ അഭിഷേകം ചെയ്യണമേ, രക്ഷയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ യേശുവിനെ അറിഞ്ഞ ഓരോ മകൻ്റെയും മകളുടെയും ചുമതലയാണ് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവും മാത്രം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് സ്വാർത്ഥതയാണ് പ്രിയപ്പെട്ടവരെ. മന്ത്രവാദികൾ പോലും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് പലപ്പോഴും മന്ത്രവാദം ചെയ്യുന്നത്. അത് അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് ആരും പ്രശംസിക്കരുത്. നമ്മൾ ഓർത്തോണം, നമ്മുടെ ഹൃദയങ്ങൾ വികസിക്കുമ്പോഴാണ്, ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. മൂന്നാമതായി ദൈവം അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അബ്രഹാമേ നീ എവിടെയാണ്? നിന്റെ സ്ഥലവും മാറിപ്പോയല്ലോ. ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം, നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം. ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്ന യാത്രയിൽ വഴിയരികിൽ വെച്ച് ഭക്ഷണം കിട്ടാതെ, ദാഹജലം കിട്ടാതെ, ആഹാരം കിട്ടാതെ വലിയൊരു ക്ഷാമം അബ്രഹാമിന് അനുഭവപ്പെട്ടപ്പോൾ
ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം ലോകത്തിലേക്ക് നോക്കി ഈജിപ്തിലെ നെഗബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അബ്രഹാം യാത്രയാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഗബിൽ ചെല്ലുന്ന അബ്രഹാമിന് വലിയ തെറ്റുപറ്റുന്നു. ഭാര്യയെ രാജാവ് പിടിച്ചുകൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അതിൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു. ഒടുവിൽ ദൈവം ഇടപെടുന്നു, വേലക്കാരെ കിട്ടുന്നു. ആ കൂട്ടത്തിൽ കിട്ടിയ ഒരു വേലക്കാരി പിന്നീട് അബ്രഹാമിൻ്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുകയും ചെയ്യുന്നു. ദൈവം വിളിക്കുകയാണ്, അബ്രഹാമേ, എൻ്റെ പിന്നാലെ വന്ന് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിന്റെ നോട്ടം തെറ്റിപ്പോയത്? എന്തുകൊണ്ടാണ് നീ ലോകത്തിലേക്ക് പോയത്? 1 യോഹന്നാൻ 2:15 പറയുന്നു, ഡു നോട്ട് ലവ് ദ വേൾഡ് ആൻഡ് ദ തിങ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹം വസിക്കുന്നില്ല. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ലോകത്തിന്റെ അഹന്ത, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിക്കുകയാണ്. ലോകത്തിലേക്ക് നോക്കി ലോകത്തിന്റെ അട്രാക്ഷൻസിൽ പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ ദൈവം വിളിക്കുന്നു. എൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരിക, എൻ്റെ തിരുമുഖത്തേക്ക് മടങ്ങി വരിക, എൻ്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വരിക, ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിക്കുക. വീണ്ടും ദാവീദിനോട് ദൈവം ചോദിക്കുന്നു, ദാവീദേ, നീ എവിടെയാണ്? 2 സാമുവൽ 11-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദാവീദ് സായാഹ്നത്തിൽ തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. രാജാവ് ആളയച്ചവളെ വിളിപ്പിച്ചു, അവളോടൊപ്പം പാപം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിനെ ചതിവിൽ കൊന്നു. പ്രശ്നം ഇതാണ്, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇദ്ദേഹം അലസതയ്ക്കടിമപ്പെട്ട് കൊട്ടാരത്തിൽ തന്നെ ഇരുന്നു. 2 സായാഹ്നത്തിൽ ഉറങ്ങുക, ഉച്ചയ്ക്കുള്ള ഉറക്കമല്ല, വൈകിട്ട് 5 മണിക്ക് ഉറങ്ങുകയാണ്. സായാഹ്നത്തിൽ ഉറങ്ങുന്നു. മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെടിക്കൽപ്പം വെള്ളം ഒഴിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, സായാഹ്നത്തിൽ അല്പം പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഈ മനുഷ്യൻ കട്ടിലിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു കിടന്നുറങ്ങി അലസതയോടെ എഴുന്നേറ്റ് അടുത്ത അലസത മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പരക്കം പായുന്നു. താഴെ എവിടെയോ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹം കാണുന്നു, പാപം ചെയ്യുന്നു. ദൈവം വിളിച്ചു, ദൈവം സ്നേഹത്തോടെ വിളിച്ചു. ദൈവം വിളിച്ചത് നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനിലൂടെയാണ്. ദാവീദിനെ മടക്കി വിളിച്ചു, ദാവീദേ, നീ ആയിരിക്കേണ്ട സ്ഥലത്തല്ല ദാവീദേ, നീ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തല്ല, നീ തെറ്റായ സ്ഥാനത്ത് നിൽക്കുകയാണ്. നീ എന്നെ ആരാധിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ സ്ഥാനം തെറ്റാണ് ദാവീദേ. നീ മടങ്ങി വരണം. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് നീ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ശബ്ദം ദാവീദിന്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമ്മളെല്ലാം പാപികളാണ്, നമ്മളെല്ലാം ബലഹീനരാണ്. തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് തെറ്റുപറ്റിപ്പോകുന്നു. നമ്മൾ പാപം ചെയ്തതിനു ശേഷം ചെയ്തു പോയല്ലോ എന്നോർത്ത് കരയുന്നവരാണ്, പലപ്പോഴും നിലവിളിക്കുന്നവരാണ്, ദൈവമേ എനിക്കിത് പറ്റിയല്ലോ. ദൈവത്തിന് നമ്മോട് കരുണ മാത്രമേ ഉള്ളൂ. പക്ഷേ ചില സമയത്ത് ചിലരെങ്കിലും പാപം ചെയ്തതിനു ശേഷം നിലവിളിക്കാതെ, കരയാതെ, ഒന്നും അറിയാത്ത ഭാവത്തിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട്, ഭക്തിയുടെ വേഷം കെട്ടിക്കൊണ്ട് നമ്മൾ ആളുകളെ കബളിപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നെന്നുള്ള ധാരണ ജനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാഥാൻ പ്രവാചകന്മാരെ ദൈവം അയക്കുന്നു. ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തികളുടെ ധ്യാന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ വചനം ഇടിത്തി പോലെ കടന്നു വരുമ്പോൾ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം, ഹെബ്രായർ 4:12 പറഞ്ഞിരിക്കുന്ന 2 ഭാഗവും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം മനുഷ്യ ഹൃദയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ നാഥാൻ പ്രവാചകന്റെ ദൗത്യം ദൈവം ഇന്ന് അനേകര സഭയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അഭിഷേകത്തോടെ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുകയാണ്. Come to me, എന്നിലേക്ക് വരിക, repent, നീ തിരിയണം, നീ മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ശാലോം ടെലിവിഷനിൽ അഭിഷേകത്തോടെ ഒരു ശുശ്രൂഷ നിങ്ങൾ കാണുമ്പോൾ, വചനം ചട്ടുളി പോലെ കടന്നു വരുമ്പോൾ, പാറ തകർക്കുന്ന കൂടം പോലെ കടന്നു വരുമ്പോൾ, ടെലിവിഷന്റെ സ്ക്രീനിലൂടെ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ TV ഇരിക്കുന്ന മുറിയിൽ പരിശുദ്ധാത്മാവും വചനവും കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളിൽ മുട്ടി വിളിക്കുന്ന സമയത്ത് ദൈവം നാഥാനിലൂടെ ദാവീദിനെ തിരുത്തിയതുപോലെ ദൈവം നമ്മളെ തിരുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യക്തികളാണ് ധ്യാനങ്ങളിൽ, വചന ശുശ്രൂഷകളിൽ മാനസാന്തരപ്പെടുന്നത്. കുട്ടിയ പാപികൾ മാനസാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. ദൈവം ഇന്ന് നമ്മളെ വിളിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ദാവീദിനെ പോലെ നമുക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ ഇടയാകട്ടെ. നാഥാന്റെ തിരുത്തൽ ദാവീദ് സ്വീകരിച്ചു.
ദാവീദിന് വേണമെങ്കിൽ നാഥാന്റെ തലവെട്ടിക്കളയാമായിരുന്നു. നീ ആരടാ എന്നെ തിരുത്താനെന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ രാജാവാ. പക്ഷെ നോ, ചെറിയ പ്രവാചകൻ. ഈ നാഥാനെ പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ടോ? നാഥാൻ എവിടെ നിന്ന് വന്നു, എവിടത്തേക്ക് പോകുന്നു? യേശയ്യായോ ജെറമിയായോ പോലെ വലിയൊരു പ്രവാചകനല്ല, ഒരു കൊച്ചു പ്രവാചകനാണ്, അതായത് ഒരു കുഞ്ഞു ശുശ്രൂഷകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ദാവീദ് മാനിച്ചുകൊണ്ട് ചാക്കൊടുത്ത് ചാരം പൂശിക്കിടന്ന് നിലവിളിക്കുന്ന ദാവീദിനെ ദൈവം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണ ഒഴുകി വന്നു. ദൈവം അദ്ദേഹത്തിന് ആ കുഞ്ഞ് മരിച്ചു പോയെങ്കിലും പിന്നീട് ഈ ബത്ശീബായിൽ തന്നെ സോളമനെ കൊടുത്തുകൊണ്ട് ദൈവം തന്റെ കരുണ കാണിക്കുകയാണ്. വീണ്ടും ദൈവം സോളമനോട് ചോദിക്കുന്നു, സോളമൻ നീ എവിടെയാണ്? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ദാവീദിന് ജനിച്ച മകനായ സോളമൻ അവൻ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ സത്യദൈവമായ യഹോവയിൽ നിന്ന് വ്യാജ ദൈവങ്ങളിലേക്ക് തിരിച്ചു കളഞ്ഞു, വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു കളഞ്ഞു. സത്യദൈവാരാധന മുടക്കിയ സോളമൻ വിഗ്രഹാരാധനയ്ക്ക് അടിമപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു ഭാഗമാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, നമുക്ക് വയസ്സാകുമ്പോൾ അനേക കാലത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ദൈവത്തോട് സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ അടുക്കേണ്ടതാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യങ്ങൾ കിട്ടേണ്ടതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കുറച്ചുകൂടെ നമ്മൾ എളിമയിലും വിട്ടുവീഴ്ചയിലും വളരേണ്ടതാണ്, വിശുദ്ധിയിൽ വളരേണ്ടതാണ്, അഭിഷേകത്തിൽ വളരേണ്ടതാണ്. നമ്മുടെ വാർദ്ധക്യമെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിരിക്കും. കാരണം ചെറുപ്പനാളിൽ തന്നെ ധ്യാനം കൂടി കർത്താവിനെ അറിഞ്ഞൊരു വ്യക്തി പ്രാർത്ഥിച്ചും വചനം വായിച്ചും പ്രാർത്ഥിച്ചും വചനം വായിച്ചും ധ്യാനങ്ങൾ കൂടിയും അഭിഷേകം പ്രാപിച്ചും വളർന്ന് വാർദ്ധക്യത്തിലെത്തിയ ഒരു അപ്പച്ചനാകുമ്പോൾ, അമ്മച്ചിയാകുമ്പോൾ, മുടി നരച്ച പ്രായത്തിൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ്, അനുഭവ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ്, അഭിഷേകം കൊണ്ട് നിറഞ്ഞ് മക്കൾക്കും ചെറുമക്കൾക്കും തലമുറകൾക്കും അനുഗ്രഹമാകേണ്ട വ്യക്തിയാണ്. പക്ഷെ ഇവിടെ നേരെ തലതിരിഞ്ഞ് സോളമൻ രാജാവ് ദൈവത്തെ വിട്ടകന്ന് തെറ്റായ ആരാധനകളിലേക്ക് പോയി തൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, സോളമൻ രാജാവ് മാനസാന്തരപ്പെട്ടു എന്നൊരു വചനം ബൈബിളിലില്ല. വളരെ വേദനാജനകമാണിത്. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് ദൈവം വിളിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്നവരുടെ കാര്യം വളരെ വളരെ സങ്കടകരമാണ്. ദൈവം യോനായോട് ചോദിക്കുന്നു, യോനായെ നീ എവിടെയാണ്? ദൈവം യോനാ പ്രവാചകനോട് പറഞ്ഞു, നീ നിനവയിൽ പോയി എൻ്റെ വചനം പ്രസംഗിക്കണം. യോനായ്ക്ക് നിനവേക്കാരെ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട്, അവർ ദുഷ്ടന്മാരായതുകൊണ്ട് യോന ഒരു മാർഗം കണ്ടുപിടിച്ചു. നിനവേക്ക് പോകാതെ താർഷിഷിലേക്ക് സ്വന്തം കയ്യിൽ നിന്നും കപ്പൽ കൂലി കൊടുത്തു എന്നാണ് വചനം പറയുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് കപ്പൽ കൂലി കൊടുത്ത് അദ്ദേഹം നിനവേക്ക് പോകാതെ താർഷീഷിലേക്ക് പോയി. ദൈവം ചോദിച്ചു, യോന, എൻ്റെ അഭിഷേകം പ്രാപിച്ച യോന, എൻ്റെ വരദാനങ്ങൾ നിറഞ്ഞ യോന, ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത യോന, നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കാണോ നീ പോകുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിളി കിട്ടിയ വ്യക്തികൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യാനല്ല. എത്ര നല്ല കാര്യമാണെന്ന് പറഞ്ഞാലും ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവത്തിന് സ്വീകാര്യരല്ല. ഒരു കാര്യം ഓർക്കണം, താർഷീഷിൽ പോയി യോനാ പ്രവാചകൻ പ്രസംഗിച്ചാലും അത് ദൈവത്തിൻ്റെ വചനപ്രഘോഷണം തന്നെ ആകുമായിരുന്നു. പക്ഷേ ദൈവം അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. ദൈവത്തിന് വേണ്ടത് യോനാ പ്രവാചകൻ നിനവയിൽ ചെന്ന് ദുഷ്ടന്മാരായ മനുഷ്യരോട് പരിശുദ്ധാത്മാഭിഷേകത്തോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. അത് കേൾക്കാൻ തയ്യാറാകാതെ സ്ഥലം മാറിപ്പോയി വേറെ എവിടെയെങ്കിലും പോയി നല്ല കാര്യം ചെയ്തേക്കാമെന്ന് പറഞ്ഞു പോയ യോനായെ ദൈവം അംഗീകരിച്ചു കൊടുക്കാതെ തകർച്ചകളിലൂടെ, സഹനങ്ങളിലൂടെ മാടി വിളിക്കുന്നു. ഒരുപാട് വേദനകളിലൂടെ മാടി വിളിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ചെറുതോ വലുതോ ആയിക്കോട്ടെ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ നമുക്ക് തോന്നിയതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വലിയ കൊടുങ്കാറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, തിമിംഗലം വിഴുങ്ങാൻ സാധ്യതയുണ്ട്, സഹനത്തിയിൽ കൂടെ ഊരിപ്പോകാൻ പറ്റാത്തവണ്ണം കടന്ന് വട്ടം കറങ്ങാൻ സാധ്യതയുണ്ട്. യോനാ തൻ്റെ തെറ്റു മനസ്സിലാക്കി ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് കർത്താവെ ഞാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോൾ ദൈവം യോനായെ നിനവയിൽ തന്നെ എത്തിച്ചു. നിനവയിൽ യോന പ്രസംഗിച്ചു. നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. രാജാവ് മുതൽ ഏറ്റവും ചെറിയ മനുഷ്യൻ വരെ ചാക്കുടുത്ത് ചാരം പൂശി പട്ടിണി കിടന്ന് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു. വലിയ ശിക്ഷയിൽ നിന്ന് നിനവേ ഒഴിവാക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വരം അവസാനമെങ്കിലും തിരിച്ചറിഞ്ഞ് യോന മടങ്ങി വന്നു. ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നീ എവിടെയാണ്? മകനെ, മകളെ, ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് യേശുവിൻ്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നീ മടങ്ങി വരിക. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരുന്നു, ഞങ്ങളെ നീ സ്വീകരിക്കണമേ, ചേർത്ത് പിടിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.